കശ്മീരിൽ സ്വതന്ത്ര എംഎൽഎ എഞ്ചിനീയർ റാഷിദിന് നേരെ കറുത്ത മഷിപ്രയോഗം. ദില്ലി പ്രസ് ക്ലബ്ബിൽ ഹിന്ദുസേന പ്രവർത്തകരാണ് മഷിപ്രയോഗം നടത്തിയത്. ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതിന് നേരത്തെ എഞ്ചിനീയർ റാഷിദിന് BJP MLA-മാർ കയ്യേറ്റം ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് മോദിയെയും രാജ്നാഥ് സിംഗിനെയും കാണണമെന്ന് ആവശ്യപ്പെട്ട് റാഷിദ് കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും റാഷിദിനുണ്ടെന്ന് ഗുലാം നബി ആസാദ് അറിയിച്ചു. നാടകീയ സംഭവങ്ങൾക്കാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ബീഫ് നിരോധനത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ജമ്മു കാശ്മീർ സ്വതന്ത്ര MLA-യുടെ മുഖത്ത് ഹിന്ദുസേന കരിമഷിയൊഴിച്ചു. ദില്ലി പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി പുറത്തേക്കിറങ്ങവെയായിരുന്നു രണ്ട് ഹിന്ദുസേന പ്രവർത്തകർ MLA-യുടെ മുഖത്തേക്ക് കരിമഷി ഒഴിച്ചത്. ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ദേഹത്തും കരിമഷി വീണു. ഇതിനെ തുടർന്ന് കരിപുരണ്ട ഇതേ രൂപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പാകെ പരാതി ബോധിപ്പിക്കണമെന്ന ആവശ്യവുമായി റാഷിദ് MLA ജമ്മു കാശ്മീർ ഹൗസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. I wanted to go and meet Prime Minister and ask him that my Prime Minister have a look at my face and you will see it India's face through my face, but he doesn't have the courage to see me. സുധീന്ദർ കുൽക്കർണിക്ക് സംഭവിച്ചതാണ് തനിക്കും നേരിടേണ്ടി വന്നതെന്നും കേന്ദ്ര സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും റാഷിദ് MLA പീപ്പിൾ ടിവിയോട് പറഞ്ഞു. They are the main culprits. They are patronizing these things. ബീഫ് ഉപയോഗം തടയാനുള്ള BJP നിലപാടിനെതിരെ നിലപാടുകൾ സ്വീകരിച്ച റാഷിദിനെ കാശ്മീർ നിയമസഭയിൽ BJP MLA-മാർ കയ്യേറ്റം ചെയ്തിരുന്നു. രാജ്യത്തരങ്ങേറിയത് അംഗീകരിക്കാനാകാത്ത സംഭവങ്ങളെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു. MLA-യുടെ മുഖത്ത് ഹിന്ദുസേന പ്രവർത്തകർ കരിമഷി ഒഴിച്ചത് ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് പ്രതികരിച്ചു. തന്റെ മുഖത്ത് കരിമഷി ഒഴിച്ച ഹിന്ദുസേന പ്രവർത്തകരുടെ പ്രവർത്തനം കണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം അറിയട്ടെ എന്നാണ് കാശ്മീർ MLA റാഷിദ് എഞ്ചിനീയർ പറയുന്നത്. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനു ശങ്കരൻ, ദില്ലി. ഇന്ത്യ-പാക് ക്രിക്കറ്റ് ബന്ധം അനുവദിക്കില്ലെന്ന് പ്രകടിപ്പിച്ച് മുംബൈയിലെ BCCI ആസ്ഥാനത്ത് ശിവസേനയുടെ അതിക്രമം. ശിവസേന പ്രവർത്തകർ BCCI അധ്യക്ഷൻ ശശാങ്ക് മനോഹറിന്റെ ആസ്ഥാനത്ത് കയറി തടഞ്ഞുവെച്ചു. പരമ്പര പുനരാരംഭിക്കുന്നതിനായി പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായി BCCI ഇന്ന് മുംബൈയിൽ ചർച്ച നടത്താനിരിക്കെയാണ് ശിവസേനയുടെ പ്രതിഷേധം. അതേസമയം ശിവസേനയുടെ പ്രതിഷേധത്തെ തുടർന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായി നാളെ ദില്ലിയിൽ വെച്ച് ചർച്ച നടത്തുമെന്ന് BCCI അറിയിച്ചു. ഇന്ത്യയിലെത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായുള്ള നിർണായക ചർച്ചകളാണ് ഇന്ന് തീരുമാനിച്ചിരുന്നത്. 2012-2013 ശേഷം നിലച്ചുപോയ ഇന്ത്യ-പാക് ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കുക എന്നതായിരുന്നു പ്രധാന അജണ്ട. ഇതിനെതിരെയാണ് ശിവസേന യോഗം നടക്കുന്ന BCCI ഹാളിലേക്ക് പ്രതിഷേധം നടത്തിയത്. BCCI അധ്യക്ഷനിലേക്ക് തള്ളിക്കയറി ശശാങ്ക് മനോഹറെ ശിവസേന പ്രവർത്തകർ ഗരാവോ ചെയ്തു. പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഷഹരിയാർ ഖാൻ തിരിച്ചു പോകണമെന്ന പ്ലക്കാർഡുകളും കരിങ്കൊടികളും ഉയർത്തിയായിരുന്നു ശിവസേനയുടെ പ്രതിഷേധം. 50ഓളം ശിവസേന പ്രവർത്തകർ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ BCCI ആസ്ഥാനത്തിന് പുറത്തും പ്രകടനം നടത്തി. നവംബർ 26-ലെ മുംബൈ ഭീകരാക്രമണത്തിൽ നിരപരാധികളായ നിരവധി മഹാരാഷ്ട്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും അതിനാൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് ബന്ധം ആവശ്യമില്ലെന്നുമാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ നിലപാട്. പ്രതിഷേധം നടത്തിയ ശിവസേന പ്രവർത്തകരെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശിവസേനയുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യ-പാക് ക്രിക്കറ്റ് മത്സര പരമ്പര ഉപേക്ഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. എന്നാൽ പ്രതിഷേധിക്കാനുള്ള അവകാശം മാത്രമാണ് ശിവസേന നടപ്പാക്കിയതെന്ന് BJP പ്രതികരിച്ചു. എന്നാൽ രാജ്യത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി BCCI ഒന്നും ചെയ്യുന്നില്ലെന്നും ശിവസേനയുടെ നടപടി ഫാസിസമെന്നും IPL ചെയർമാൻ രാജീവ് ശുക്ല പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഹാറിൽ BJP തോൽക്കുമെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്ന് BJP MP സാക്ഷി മഹാരാജ്. ബീഹാറിൽ പരാജയപ്പെട്ടാൽ അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഉത്തരവാദികൾ അല്ലെന്നും സാക്ഷി മഹാരാജ് കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രസ്താവന BJPയിൽ വലിയ വിവാദത്തിന് വഴിവെച്ചതോടെ സാക്ഷി മഹാരാജ് പിൻവലിച്ചു. അതേസമയം BJP വൻ വിജയം നേടുക തന്നെ ചെയ്യുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു. ബീഹാറിലെ ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തിയ ശേഷമാണ് BJP MP സാക്ഷി മഹാരാജാവ് പാർട്ടി പരാജയപ്പെടുമെന്ന് വ്യക്തമാക്കിയത്. ജാതി വോട്ടുകൾ അനുകൂലമാക്കാൻ BJP പ്രചാരണത്തിന് കഴിഞ്ഞില്ല. പിന്നോക്ക വിഭാഗങ്ങൾ ഇപ്പോഴും നിതീഷ് ലാലു സഖ്യത്തിനൊപ്പമാണെന്നും സാക്ഷി മഹാരാജാവ് വ്യക്തമാക്കി. അടുത്ത 3 ഘട്ടങ്ങളിലെങ്കിലും തിരിച്ചുവരാൻ പ്രചാരണത്തിലുടനീളം മാറ്റങ്ങൾ വരുത്തി ജീവൻ മരണ പോരാട്ടം നടന്ന BJPക്ക് തിരിച്ചടി നൽകുന്നതായിരുന്നു സാക്ഷി മഹാരാജാവിന്റെ പ്രസ്താവന. അപകടം മണത്ത BJP അധ്യക്ഷൻ അമിത്ഷാ ബീഹാറിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സാക്ഷി മഹാരാജാവിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ BJP കൂടുതൽ സീറ്റുകൾ നിലനിർത്തുമെന്ന് അമിത്ഷാ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. पहले चरण में भारतीय जनता पार्टी 32 से 34 सीटों पर विजयी होगी NDA के साथ, और दूसरे चरण में 22 से 24 सीटों पर भारतीय जनता पार्टी और NDA के साथ ही विजयी होने जा रहे हैं. നേരത്തെ ബീഹാറിൽ നിന്നുള്ള BJP MPയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്ൻ സിൻഹയും BJP പരാജയപ്പെടുമെന്ന തരത്തിൽ ട്വീറ്റ് ചെയ്തിരുന്നു. ആദ്യ 2 ഘട്ടങ്ങളിലും പ്രതീക്ഷിച്ച വോട്ട് BJPക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രധാന പ്രചാരകനായ നരേന്ദ്രമോദി റാലികൾ ബീഹാറിൽ വെട്ടിച്ചുരുക്കുകയും ചെയ്തു.
ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തയിലേക്ക്. കണ്ണൂരിൽ BJP പ്രവർത്തകനെ കോൺഗ്രസുകാർ തല്ലിക്കൊന്നു. അത്താഴക്കുന്ന് സ്വദേശി അജിത്താണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായി. നമിത് ബാലകൃഷ്ണൻ, നിയാസ് എന്നിവരാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി PV ജോഷില ചേരുന്നു. ജോഷില, ഏത് സാഹചര്യത്തിലാണ് BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്? കോൺഗ്രസുകാർ പിടിയിലായിട്ടുണ്ടോ? പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ജോഷില നേതൃത്വത്തിൽ ഹലോ ജോഷില പറഞ്ഞോളൂ. പ്രജീഷ്, കണ്ണൂർ അത്താഴക്കുന്നിലാണ് സംഭവം നടന്നിട്ടുള്ളത്. അത്താഴക്കുന്നിലെ അജിത്ത് എന്ന BJP പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിന് നേതൃത്വം നൽകിയത്, ഈ അജിത്തിനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് കോൺഗ്രസിലെ ഒരു സംഘം ആളുകളാണ് എന്നുള്ള രീതിയിൽ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഇതിൽ കാണിക്കുന്നത് ഉദാസീനമായ ഒരു സ്വഭാവമാണ്. പോലീസിൽ 2 പേർ പോലീസ് പിടിയിലായിട്ടുണ്ടെങ്കിലും ഇവർ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും പോലീസ് ഇതുവരെ സംഭവം സ്ഥിരീകരിക്കാനോ ഇത്ര പേർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്താനോ തയ്യാറായിട്ടില്ല. അത്താഴക്കുന്നിലെ കോൺഗ്രസ് പ്രവർത്തകനായ നിയാസ് അടക്കമുള്ളവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ പോലീസ് ഇത്തരത്തിൽ ആരെയും സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മാധ്യമപ്രവർത്തകരോടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ ഒരു സാഹചര്യം വെച്ച് കണ്ണൂരിൽ CPIM-നെതിരെ കൊലപാതക കുറ്റം ആഞ്ഞടിക്കുന്ന രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം ഒരു സംഭവം പുറത്തു വന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം പോലീസിനടക്കം വന്നു ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് കള്ളുകുടിക്കിടെ നടന്ന മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ്, കൊലപാതകത്തെക്കുറിച്ച് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താമെന്ന മുതിർന്ന നേതാവ് PP മുകുന്ദന്റെ പ്രസ്താവനയെ പരിഹസിച്ച് V മുരളീധരൻ. മുകുന്ദൻ SMS അയച്ച് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പശുവിറച്ചി കഴിക്കുന്നത് അവനവന്റെ സ്വാതന്ത്ര്യമാണെന്നാണ് BJP നിലപാടെന്നും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ മുരളീധരൻ വ്യക്തമാക്കി. മുതിർന്ന നേതാവ് PP മുകുന്ദനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുത്തതായി സൂചനയുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങുമെന്ന് PP മുകുന്ദനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇതിനോടാണ് V മുരളീധരന്റെ പരിഹാസം. എന്റെ അറിവിലില്ല, അത് ഇപ്പൊ SMS അയച്ചിട്ട് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ പോലുമല്ല. അദ്ദേഹത്തെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഒരു തരത്തിലുമുള്ള ചർച്ചകളുമില്ല. ഇത് യാതൊരു സംശയമില്ലാതെ ഞാൻ പറയാം. പശുവിറച്ചി കഴിക്കുന്നതിൽ BJP നിലപാട് എന്തെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അത് സഖ്യമായിട്ടൊന്നും ഒരു ബന്ധമുള്ള വിഷയമല്ലല്ലോ. നിങ്ങൾക്ക് പശുവിനെ കഴിക്കണോ, പോത്തിനെ കഴിക്കണോ, പന്നിയെ കഴിക്കണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നിങ്ങളുടെ പാത്രത്തിൽ കൈയിട്ടിട്ട് അതെടുത്ത് മാറ്റാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചവർ തെളിവ് നൽകട്ടെ എന്നതാണ് BJPയുടെ നിലപാട്. ആരോപണങ്ങൾ ജനശ്രദ്ധ തിരിക്കാനാണെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യ പ്രസ് ക്ലബിന്റെ മാധ്യമരത്ന പുരസ്കാരം കൈർലി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബട്ടാസിന് ചിക്കാഗോയിൽ സമ്മാനിക്കും. ഇന്ത്യ പ്രസ് ക്ലബിന്റെ 6ാമത് ചിക്കാഗോ കോൺഫറൻസിന്റെ ഭാഗമായാണ് അവാർഡ് സമ്മാനിക്കുക. അടുത്ത മാസം 19, 20, 21 തീയതികളിലാണ് കോൺഫറൻസ്. നിർഭയമായ മാധ്യമപ്രവർത്തനത്തിന്റെ ഉത്തമ മാതൃകയാണ് ജോൺ ബട്ടാസ് എന്ന് ചിക്കാഗോ ഇന്ത്യ പ്രസ് ക്ലബ് വിലയിരുത്തി. മറ്റുള്ളവർ കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന മേഖലകളിൽ ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിത്വമാണ് ബട്ടാസിന്റേതെന്നും അധികൃതർ അറിയിച്ചു. ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് സദ്ഭാവന അവാർഡ് നൽകി ആദരിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്യൂൻസ്ബെറോ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ഗ്രോഡൻ ചിക് അവാർഡ് ബോബി ചെമ്മണ്ണൂരിന് നൽകി. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി. ഫേസ്ബുക്കിലെ തന്റെ ചില പരാമർശങ്ങൾ സ്ത്രീ സമൂഹത്തിന് വിഷമമുണ്ടാക്കിയെങ്കിൽ അതിൽ തനിക്ക് നിർവ്യാജമായ ഖേദമുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ എഴുതി. ജീവിതത്തിൽ ഒരു സ്ത്രീയെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. താൻ ചൂണ്ടിക്കാട്ടിയത് സമൂഹത്തിലെ ചില അഭിലഷണീയ പ്രവണതകൾ ആണ്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതിൽ തനിക്ക് അത്യഗാധമായ ദുഃഖമുണ്ടെന്നും ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി.